ഇനിയിപ്പോൾ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അതിന് കോടതിയിൽ ചോദ്യം ചെയ്യും. ഇതാണ് ലീഗുകാരുടെ യുക്തി. പക്ഷേ പോപ്പുലർ ഫ്രണ്ടുകാർ അഥവാ SDP അതിന് തയ്യാറില്ല. അവർ അതിശക്തമായ പ്രതിഷേധ പ്രകടനമാണ് മലപ്പുറത്തും മറ്റുമൊക്കെ നടത്തി. അതിൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങൾ കണ്ടുപോകുക. നിന്റെ നാശം തുടങ്ങുന്ന നേരത്ത് നിന്റെ വാളെടുത്തിന്നെന്റെ നേരെ നിന്റെ വംശം തുലക്കുന്ന നേരത്ത് നിന്റെ നാവെടുത്തിന്നെന്റെ നേരെ എന്നോട് പോരുന്നതിന് മുമ്പ് എന്നെ കുറിച്ചൊന്നറിഞ്ഞു വയ്ക്കൂ. ചോദിച്ചറിഞ്ഞു വെക്കൂ. ഞങ്ങളെ വെല്ലു വിളിക്കുന്നതിന് മുൻപ് ഞങ്ങളെ പറ്റി പഠിച്ചു വെക്കൂ. ചോദിച്ചറിഞ്ഞു വെക്കൂ. ഇത് കൃത്യമായിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തി. കേൾക്കേണ്ടവർ കേട്ടു എന്ന കാര്യം വ്യക്തമാണ്. കാരണം ഈ പ്രതിഷേധ പ്രകടനം കഴിഞ്ഞ് 10 ദിവസം തികയുന്നതിന് മുമ്പ് SDP ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ എൻഫോഴ്സ്മെൻറ്റുകാർ അറസ്റ്റ് ചെയ്തു. ഒന്ന് ആലോചിച്ചു. ഇതിനാണ് നമ്മൾ ഈ ഭരണകൂട ഭീകരത എന്ന് പറയും. എൻഫോഴ്സ്മെൻറ്റുകാരെ അറസ്റ്റ് ചെയ്താൽ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് ആൾ കിടക്കേണ്ടി വരും. മിക്കവാറും ഇതിനോട് ചേർന്ന് തീവ്രവാദ കേസും കൂടി ഉൾപ്പെടുത്തിയാൽ അതേ പിന്നെ സൂര്യപ്രകാശം കാണുകയില്ല. ഇപ്പോൾ OMA സലാം കിടക്കുന്ന പോലെ, അബൂബക്കർ കിടക്കുന്ന പോലെ, നമുക്ക് ഏവർക്ക് പ്രിയങ്കരനായ നസറുദ്ദീൻ ഇളവനം കിടക്കുന്ന പോലെ, പ്രിയപ്പെട്ട റൌഫ് കിടക്കുന്ന പോലെ ഈ ഫൈസിയും കിടക്കേണ്ടി വരും. ഇപ്പോൾ ഫൈസിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പുറകെ മറ്റ് നേതാക്കന്മാരും തൂക്കിയെടുത്ത് കൊണ്ടുപോകും. 2022 അങ്ങനെയുള്ള സംഭവിച്ചത്. 22 സെപ്റ്റംബർ 21 ഒരു പ്രത്യേക വിമാനം കോഴിക്കോട്ട് വന്ന് ഇറങ്ങി ഏതാണ്ട് പുലർച്ചെ 3 മണിയോട് അടുപ്പിച്ച സമയത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ എല്ലാ നേതാക്കന്മാരെയും തൂക്കിയെടുത്ത് കൊണ്ടുവച്ചു. ആ പാവങ്ങൾക്ക് അന്നോട്ട് ഇന്ന് വരെ ജാമ്യം കിട്ടിയിട്ടില്ല. അവരിപ്പോഴും അങ്ങനെ തീഹാർ ജയിലിൽ ഗോതമ്പുണ്ട കഴിച്ച് കഴിയുകയാണ്. അപ്പോൾ അതുപോലൊരു വിധി ഈ നേതാക്കന്മാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ പേടിപ്പിക്കുക എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ ഉദ്ദേശം. അന്ന് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച കൂട്ടത്തിൽ ക്യാമ്പസ് ഫ്രണ്ട് നിരോധിച്ചു, വിമൻസ് ഫ്രണ്ടും നിരോധിച്ചു, ജൂനിയർ ഫ്രണ്ട് നിരോധിച്ചു. അവരുമായി ബന്ധപ്പെട്ട എല്ലാ മനുഷ്യാവകാശ സംഘടനകളും ജീവകാരുണ്യ സംഘടനകളും റിഹാബ് ഫൗണ്ടേഷൻ അടക്കം നിരോധിച്ചു. പക്ഷേ SDP മാത്രം ബാക്കി നിർത്തി. അവർ കുറച്ച് നാളിങ്ങനെ അംബേദ്കർ ജയന്തി ആഘോഷിച്ചു. ദളിതർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുമൊക്കെ കഴിഞ്ഞു. എത്ര നാളെന്ന് വെച്ചാൽ അവരങ്ങനെ കഴിയും. അത് കഴിഞ്ഞപ്പോൾ അവരവരുടെ തനിനിറം പുറത്തെടുക്കുകയും ശക്തമായ രീതിയിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.